ഹായ് നമസ്കാരം, ഫാസിലാണ് ഞാനെന്നുള്ളത് നമ്മളെ കുറ്റ്യാടി മൊകേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തായ അബ്ബാസ്കൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അബ്ബാസ്ക്ക് അറിയാതെ ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അബ്ബാസ്കൻ്റെ വീട്ടിൽ ഒരുപാട് കൃഷിയുണ്ട്, ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അബ്ബാസ്കൻ്റെ അയൽവാസിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, നമ്മളെ മുസ്തഫാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അബ്ബാസ്ക്ക് ആകെ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അബ്ബാസ്ക്ക് കൃഷി തുടങ്ങിയത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, 10-20 വർഷമായിട്ട് ഫ്രൂട്ട് പ്ലാന്റ് നട്ടു വളർത്തുന്ന ഒരാളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാച്ച മാവിലാണെന്നുണ്ടെങ്കിൽ പേരക്കയിലാണ്, നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും വീട്ടിൽ വെക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാതരം ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വലിയ മരങ്ങളും ചെറിയ തൈകളും ഒക്കെ അബ്ബാസ്കൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. കായ്ച്ച് കിടക്കുന്നതാണ്, എല്ലാം ഒട്ടുമിക്ക ഫ്രൂട്ടും കായ്ച്ച് കിടക്കുന്നതാണ്. അതുമാത്രമല്ല അബ്ബാസ്കൻ്റെ ആ കൃഷിയോടുള്ളൊരു പാഷന് ഒരു വല്ലാത്ത തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് വിവരിച്ച് തരിക എന്നുണ്ടെങ്കിൽ ഓരോ ഫ്രൂട്ട് പ്ലാന്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. പല കാര്യങ്ങളും എനിക്ക് അബ്ബാസ്കലിൽ നിന്നും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പരിചരണ രീതികളൊക്കെ അതിന് വേറെ ആളെ വെച്ചിട്ടുള്ള പരിചരണം എന്നല്ല, ഈ പ്രായമായിട്ടും അബ്ബാസ്ക എന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വലിയ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റംബൂട്ടാനൊക്കെ 15-20 വർഷം പ്രായമായിട്ടുള്ള മരങ്ങളൊക്കെ അബ്ബാസ്കൻ്റെ വീട്ടിൽ നിറച്ച് കായ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ മാംഗോസ്റ്റിൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമല്ലോ, മാംഗോസ്റ്റിനൊക്കെ നിറച്ച് കായ്ച്ച് കിടക്കുകയാണ്, നല്ല രീതിയിൽ തന്നെ കായ്ഫലുണ്ട്. ഇതേപോലത്തെ ഒരുപാട് മരങ്ങൾ അബ്ബാസ്കൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ഫ്രൂട്ട് പ്ലാന്റ് കായ്ച്ച് കിടക്കുന്നത്. പക്ഷെ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ അത്രക്കും പാഷനായിട്ടാണ് വീട്ടിൽ ഇതേപോലെ നല്ല വൃത്തിക്കാണ് അബ്ബാസ്ക കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, കാരണം ഓരോ ചെടിക്കും എത്ര ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഇട്ടും കൊണ്ടാണ് ഓരോ ഫ്രൂട്ട് പ്ലാന്റും നട്ടിട്ടുള്ളത്. ഫുള്ളും അധികം മണ്ണിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. നമ്മളെ ഫ്ലവറിങ് പ്ലാന്റ് മാത്രമാണ് നമ്മൾ ഈ പോട്ടിലൊക്കെ നട്ടിട്ടുള്ളൂ കേട്ടോ അബ്ബാസ്ക.